CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹമാധ്യമത്തിൽ വിവാദ പോസ്റ്റ് സ്റ്റാറ്റസ് പങ്കുവച്ച ആലത്തൂർ ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി. ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് വായില്യംകുന്ന് റോഡ് കവലയിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന സർക്കാർ കുട്ടികളെ സംഘപരിവാർ അജണ്ട പഠിപ്പിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഫണ്ട് BJPയുടേതല്ല, ജനങ്ങളുടേതാണ്. അത് കിട്ടാൻ നിയമവഴി നോക്കുകയാണ് വേണ്ടത്. തമിഴ്നാട് ചെയ്യുന്നത് അതാണെന്നും സ്റ്റാലിൻ സർക്കാർ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിയിലുണ്ടായിരുന്ന ആനമൂളി ചെക്ക് ഡാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കയ്യേറി കൈവശപ്പെടുത്താനുള്ള ശ്രമം സ്ഥല സംരക്ഷണ സർവകക്ഷി ജനകീയ മുന്നണി തടഞ്ഞു. നെല്ലിപ്പുഴയുടെ സമീപത്തുള്ള മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥലമാണ് കയ്യേറാൻ ശ്രമം നടന്നത്. മണ്ണാർക്കാട് നിന്ന് തിരുവിഴാംകുന്നിലേക്ക് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല കവർന്നു. ഒക്ടോബർ 11-നാണ് സംഭവം. പള്ളിക്കുറുപ്പ് സ്വദേശിനി ആയിഷയുടെ കുട്ടിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത്. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹമാധ്യമത്തിൽ വിവാദ പോസ്റ്റ് സ്റ്റാറ്റസ് പങ്കുവച്ച ആലത്തൂർ ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി. ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് വായില്യംകുന്ന് റോഡ് കവലയിൽ പോലീസ് തടഞ്ഞു. വൈകിട്ട് 7 മണിയോടെ നടന്ന മാർച്ച് വീടിന് 500 മീറ്റർ മുൻപ് റോഡിൽ ബാരിക്കേഡും കയറും കെട്ടി മാർച്ച് തടഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി P. ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. എന്നും ഈ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നശിപ്പിക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശക്തികൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം ആളുകൾക്ക് കൊള്ളൂത്ത് നടത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൾ. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും സർക്കാർ തന്നെ വിശ്വാസികൾക്കെതിരാണ്. അവിശ്വാസികളെ അമ്പലത്തിൽ കയറ്റിക്കൊണ്ട് വിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം നീചമായ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഇങ്ങനെ വൈകാരികമായ ഒരു സംഭവം നടക്കാൻ വേണ്ടി ഉണ്ടായ കാരണം നമുക്കറിയാം. അദ്ദേഹം ബഹുമാനനായിട്ടുള്ള ഡിവൈഎസ്പി, അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം അദ്ദേഹം ഉപയോഗിച്ചോ എന്ന് ഈ നാട്ടുകാർ സംശയിക്കുമ്പോൾ നമുക്ക് തെറ്റു പറഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ഈ വിശ്വാസികൾക്കെതിരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ഹൈന്ദവ സമാജത്തെ, ഹിന്ദു സമൂഹത്തെ, ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമായിട്ടുള്ള
ആ പൂങ്കാവനവും ആ പൂങ്കാവനത്തിലുള്ള സ്വർണങ്ങളും താഴികക്കുടങ്ങളും അവിടുത്തെ വെള്ളിയും സ്വർണവും പൈസയും ഇട്ട് കട്ടുകൊണ്ടുപോകുന്ന ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷനായി. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. മുരളീധരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ. സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിയിലുണ്ടായിരുന്ന ആനമൂളി ചെക്ക് ഡാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കയ്യേറി അവകാശപ്പെടുത്താനുള്ള ശ്രമം സ്ഥല സംരക്ഷണ സർവകക്ഷി ജനകീയ മുന്നണി തടഞ്ഞു. നെല്ലിപ്പുഴയുടെ സമീപത്തുള്ള മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥലമാണ് കയ്യേറാൻ ശ്രമം നടന്നത്. നിലവിൽ നൂറുകണക്കിന് ആദിവാസികളും പരിസരവാസികളും കുടിവെള്ളത്തിനും കുളിക്കുന്നതിനുമായി പുഴയിലേക്ക് പോകുന്നത് ഈ സ്ഥലത്തിലൂടെയാണ്. തെങ്കര പഞ്ചായത്തിലെ 7 പാടശേഖര സമിതികളും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 3 പാടശേഖര സമിതികളും ഉൾപ്പെടെ 3500 ഏക്കർ കൃഷിസ്ഥലം ജലസേചനത്തിനായി ഈ ചെക്ക് ഡാമിനെയാണ് ആശ്രയിക്കുന്നത്. ചെക്ക് ഡാമിന്റെ വികസനത്തിനും നവീകരണത്തിനുമായി കർഷകർ സർക്കാരിന് നിവേദനം നൽകി കാത്തിരിക്കുകയുമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും രേഖകളും സർവേ ുകളും വെച്ച് സ്ഥലം അളന്ന് സർവേ നമ്പറുകളും അതിരുകളും തിട്ടപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമല്ല എന്ന് തെളിയിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. ഇത് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കയറ്റിയ ഷെഡിന്റെ ചിത്രമാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒരു കാരണവശാലും ഇറിഗേഷൻ എന്തില്ല, ആ രീതിയിലേക്ക് ഷെഡ് കെട്ടില്ല. സാമാന്യമായ രീതിയിൽ കെട്ടിടം കെട്ടിയതാണ്. സാമാന്യമായ രീതിയിൽ ഇറിഗേഷൻ ഒരു കെട്ടിടം കെട്ടുക ഗവൺമെന്റ് സ്ഥലത്താണ്, ഇറിഗേഷന്റെ സ്ഥലത്താണ്. ഇറിഗേഷന്റെ ഓഫീസായിരുന്നു ഇവിടെ നിന്നിരുന്നത്. അരിയാരം കഴിക്കുന്ന ആളുകൾക്കറിയാം ഇത് ഇറിഗേഷന്റെ സ്ഥലമാണ് എന്നുള്ളത്. അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആനമുളിയിലെ ജനങ്ങളും തെങ്കര പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഇതിനെതിരായിക്കൊണ്ടുള്ള സമരം നടത്തും. ഇത് ഇറിഗേഷന്റെ സ്ഥലമാണ്, അതിനോടൊപ്പം തന്നെ നിൽക്കും. ഇത് പൊതുസ്ഥലമാണ്, ഇറിഗേഷന്റെ സ്ഥലമാണ്. അത് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും. തുടർന്ന് ചെക്ക് ഡാമിന്റെ വികസനവും കുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പാർക്കും നിർമ്മിക്കണമെന്നാണ് ജനകീയ മുന്നണിയുടെ ആവശ്യം. പണ്ട് PWDക്ക് കൈമാറിയ സ്ഥലമാണ്. പണ്ട് നേരിട്ട് ഇറിഗേഷൻ ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കാറില്ല. PWDക്ക് കൈമാറി PWD ആണ് അതാത് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കൽ. മുമ്പുള്ള നയ തീരുമാനങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ PWD കൈമാറി അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലാണ് ഇത് ഡോക്യുമെൻ്റ് ഒക്കെ ഉള്ളത്. വളരെ കൃത്യമായിട്ട് ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ നമ്പർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് 2 തർക്കം വന്നത് കാരണം അട്ടപ്പാടി വാലി ഇറിഗേഷനും ഈ ഇറിഗേഷൻ പദ്ധതിയുടെ തർക്കം കാരണം ഇത് കൊടുക്കാൻ പറ്റും. അവരടുത്ത് ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്റൊക്കെ സമർപ്പിച്ചാൽ കൃത്യമായിട്ട് ഇത് ഏത് നിയമ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഭൂമിയാണ്. ഇതുവരെ പറയുന്നത് ഇപ്പോൾ 41 അല്ല, ഞങ്ങൾക്ക് 30 ഉണ്ട്. ഡാം ഉൾപ്പെടെ അവർക്ക് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ കനാലും ഡാമും ഉൾപ്പെടെ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമ രാജ്യത്തുണ്ടാകാൻ പാടില്ലല്ലോ. ഇതിപ്പോൾ പച്ചയായ സത്യമാണ്. എല്ലാ ജനങ്ങൾക്കും കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയിൽ ഒരു റോഡ് സൈഡ് എടുക്കാൻ, ഒരു മൂല കട്ട് ചെയ്തെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ അപ്പോൾ റെക്കോർഡ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഒരുത്തം പറയണത് ഇത് ഞങ്ങളെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾ 100 വർഷക്കാല കർഷകർക്ക് ഇവിടെ കുടിവെള്ളത്തിനും ഇതും സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ 1 ഇഞ്ച് ഭൂമി അധ്യായപ്പെടാൻ പാടില്ല. ഈ ആർഗ്യുമെൻ്റ് ഉന്നയിക്കുന്ന ആളുകൾക്ക് യാതൊരു അവകാശം ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തില്ല. ഇത് ചാമ്പ്യപ്പം അടിയിൽ അടിയാധാരത്തിൻ്റെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അവർക്ക് ചാമ്പ്യപ്പം ചെട്ടിയാർ കൊടുത്ത ആധാരമെന്ന് പറയുന്നുണ്ട്. ഇവരെ കിട്ടിയ ഭൂമി ഇത് കല്ലടിക്കാര ഭൂമിയാണ്. ഇത് രണ്ടും തന്നെ ഒരുപാട് അനന്ത വ്യത്യാസങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ ഡാമും കുടിവെള്ള പദ്ധതി, ഈ ഡാമും അതുപോലെ കനാലും ഈ സ്ഥലവും ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും സംയുക്തമായിട്ട് ഇതിന് പിന്നിലുണ്ടാകും. പ്രതിഷേധ ധർണയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത്, ജനകീയ മുന്നണി ചെയർമാൻ കെ മോഹൻദാസ്, കൺവീനർ ആനമൂളി ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് മെമ്പർ സുകുമാരൻ, CPM ലോക്കൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, M വിനോദ് കുമാർ, സലാം മാസ്റ്റർ, അഡ്വക്കേറ്റ് MR അജിത് കുമാർ, ഗിരീഷ് ഗുപ്ത എന്നിവരും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SKJM പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് 27-ന് ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും. 26, 27, 28, 29 തീയതികളിൽ പാലക്കാട് ജില്ലയിൽ പ്രയാണം നടത്തുന്ന യാത്രയ്ക്ക് 60 കേന്ദ്രങ്ങളിൽ സ്വീകരണവും 4 സമാപന സമ്മേളനവും നടക്കും.
സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെയും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റിയുടെ സുവർണ ജൂബിലിയുടെയും ഭാഗമായി നവംബർ 23 ഞായറാഴ്ച വൈകുന്നേരം 4:30 ചെർപ്പുളശ്ശേരിയിൽ നടക്കുന്ന ജില്ലാ മുഅല്ലിം റാലിയുടെയും സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം SKJM ജില്ലാ കമ്മിറ്റി നടത്തുന്ന സുവർണ ജൂബിലി ജില്ലാ സന്ദേശയാത്ര 26, 27, 28, 29 കൂടിയ 5 ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസം മുതൽ 2026 ഏപ്രിൽ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 50 പരിപാടികൾ കൂടിയാണ് ജൂബിലി ആഘോഷിക്കുന്നത്. ജമിയത്തുൽ മുഅല്ലിമീന്റെ സുവർണ ജൂബിലിയുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം ഈ വരുന്ന നവംബർ 23 ഞായറാഴ്ച വൈകുന്നേരം 4:30 പാലക്കാട് ജില്ലയിലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ള മുഴുവൻ മദ്രസകളെയും അധ്യാപകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ ജില്ലാ മുഅല്ലിം റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം ഈ 25 മുതൽ 29 കൂടിയ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സുവർണ ജൂബിലി ജില്ലാ സന്ദേശയാത്ര മറ്റന്നാൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും. 24 ഉച്ചയ്ക്ക് 2:30 മുണ്ടേക്കരാട് CKM സ്വാദിഖ് മുസ്ലിയാരുടെ ഖബർ സിയാറത്തിനു ശേഷം ജമിയത്തുൽ ഖുത്തുബ സംസ്ഥാന ഉപാധ്യക്ഷൻ കൊടക്കാട് P. കിംബിജിക്കോയ തങ്ങൾ, ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് കോട്ടോപ്പാടം C. മുഹമ്മദ് അലി ഫൈസിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. 27 12 മണിക്ക് ചളവറ സെന്റർ, 2 മണിക്ക് മോളൂർ സെന്റർ, 2:30 മാവുണ്ടിരിക്കടവ്, 3 മണിക്ക് നെല്ലായ സിറ്റി, 3:30 ചെർപ്പുളശ്ശേരി ടൗൺ, 4 മണിക്ക് എലിയപ്പറ്റ, 4:30 കോത്തകുറിശി സെന്റർ, 5 മണിക്ക് കോട്ടക്കുളം, 5:30 ഒറ്റപ്പാലം ടൗൺ, 6 മണിക്ക് പത്തിരിപ്പാല, 6:30 മുരിക്കുംപറ്റ എന്നിങ്ങനെയാണ് യാത്രാ പ്രയാണം നടത്തുക. SKJM ജില്ലാ പ്രസിഡന്റ് C. മുഹമ്മദ് അലി ഫൈസി, സെക്രട്ടറി TK മുഹമ്മദ് കുട്ടി ഫൈസി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിദ്ദിഖുൽ അക്ബർ ഫൈസി, കുഞ്ഞി മുഹമ്മദ് ഫൈസി, ഷബീബ് അൻവരി, സലാം ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് നിന്ന് തിരുവിഴാംകുന്നിലേക്ക് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല കവർന്നു. ഒക്ടോബർ 11 സംഭവം. പള്ളിക്കുറുപ്പ് സ്വദേശിനി ആയിഷയുടെ കുട്ടിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത്. മാതാവിനോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയുടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ മാല മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ CCTVയിൽ വ്യക്തമാണ്. ബസ്സിന്റെ തിരക്കിനിടയിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു സ്ത്രീ കുട്ടിയുടെ കഴുത്തിൽ കൈവച്ച് മാല കവരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തെ തുടർന്ന് കുട്ടിയുടെ മാതാവ് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബസ്സിൽ തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. CCN മണ്ണാർക്കാട്. കേരള പ്രവാസി സംഘം ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം 25 ചെർപ്പുളശ്ശേരിയിൽ നടക്കും. സംസ്ഥാന സമിതി അംഗം VK ഉമ്മർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള പ്രവാസി സംഘം 2000 രൂപ നൽകിയിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം 23 വർഷത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ 2002 പ്രവർത്തനം തുടങ്ങിയെങ്കിലും 2009 ഇതൊരു കേരളീയ പ്രവാസി കേരള ക്ഷേമ ബോർഡായി അന്നത്തെ PS സച്ചിദാനന്ദ ഗവൺമെന്റ് അംഗീകരിച്ച് 500 രൂപ അന്നത്തെ കാലത്ത് പെൻഷൻ അനുവദിക്കുന്ന പ്രവാസികൾ. അന്ന് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസങ്ങൾ, അതായത് പ്രവാസിക്ക് എന്തിനാണ് പെൻഷൻ
പ്രവാസ സമ്പാദിക്കുന്നതിനുള്ള പരിഹാസങ്ങളും അതുമായി വളരെ പരിഹാസങ്ങളും ഉണ്ടായെങ്കിൽ കൂടിയിട്ട് അന്നത് നിലനിന്ന് പോകുന്നു. എന്നാൽ അതിന് ശേഷം വന്ന ഗവൺമെൻറ്റുകളൊന്നും തന്നെ അതൊരു വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച നടത്തുകയോ ഉണ്ടാവാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് 2016 വന്ന പിണറായി സർക്കാർ ഒറ്റയടിക്കത് 500 രൂപ ഉണ്ടായിരുന്നത് 2000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കേണ്ടത്. മാത്രമല്ല അത് 3000, 3500 ബാക്കി വർദ്ധിപ്പിച്ചു. ഈ 3000, 3500 എന്ന് പറയുമ്പോൾ 3000 എന്നുള്ള 3 കാറ്റഗറിയായിട്ടാണ് ഈ ക്ഷേമനിധി അംഗത്വം എടുക്കുന്നത്. 2026 ജനുവരിയിൽ തിരൂരിൽ സംസ്ഥാന സമ്മേളനവും ഒക്ടോബർ 28 ചൊവ്വാഴ്ച ഒറ്റപ്പാലത്ത് ജില്ലാ സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെറുപ്പുളശ്ശേരിയിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ 23 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 110 പ്രതിനിധികളും മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള, ജില്ലാ കമ്മിറ്റി അംഗം പി സൈനുദ്ദീൻ, ട്രഷറർ KS രഘുപ്രസാദ്, ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ റഹ്മാൻ, KT ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. കുരുന്നുകളുടെ വർണ്ണാഭമായ കലാപ്രകടനങ്ങളോടെ കിളിക്കൊഞ്ചൽ 2025 കലോത്സവം മലപ്പുറം ടൗൺ ഹാളിൽ അരങ്ങേറി. മലപ്പുറം നഗരസഭയുടെ കീഴിലുള്ള 64 അംഗൻവാടികളുടെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചത്. ആയിരത്തിലധികം കുരുന്നുകൾ അണിനിരന്ന കലോത്സവത്തിൽ ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, ഗാനാലാപനം തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രതിപക്ഷ നേതാവ്, വിവിധ കൗൺസിലർമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയായി കലോത്സവം മാറി. CCN മലപ്പുറം. സംസ്ഥാന സർക്കാർ കുട്ടികളെ സംഘപരിവാർ അജണ്ട പഠിപ്പിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഫണ്ട് BJPയുടേതല്ല, ജനങ്ങളുടേതാണ്. അത് കിട്ടാൻ നിയമവഴി നോക്കുകയാണ് വേണ്ടത്. തമിഴ്നാട് ചെയ്യുന്നത് അതാണെന്നും സ്റ്റാലിൻ സർക്കാർ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പിറകിലുള്ളത് എന്നറിഞ്ഞൂടാ. പിന്നെ അവരുടെ ഘടകകക്ഷികൾക്ക് തന്നെ മനസ്സിലാക്കിയല്ലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അവർ തന്നെ തേങ്ങ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയിലെ BJP വിരുദ്ധ പാർട്ടികളുടെ മുഴുവൻ ഭീഷണത്തിന് എതിരാണ്. അത്തരം ഒരു കാര്യം നേരത്തെ തൊട്ടിട്ട് കേരളം നടപ്പിലാക്കുക, അതിനോട് യോജിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഗൗരവമില്ലാത്ത ചെറിയ ഒരു കാര്യം എന്നുള്ള തരത്തിൽ ഇതിനെ സ്വീകരിക്കുന്നത് ശരിയല്ല. ഇത് ഇത്ര പെട്ടെന്ന് ഒരു സോമർസാൾട്ട് അട്ടിമറി ആകെ മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്കും മനസ്സിലായില്ല, പ്രതിപക്ഷത്തിനും മനസ്സിലായില്ല, ഭരണകക്ഷിയിലുള്ള കക്ഷികൾക്കും മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തിയായി ഞങ്ങൾ അതിനെ എതിർക്കും. CCN മലപ്പുറം. തീരദേശ പഞ്ചായത്തായ പുറത്തൂരിന്റെ 5 വർഷത്തെ സമഗ്ര വികസനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് വികസന സദസ്സ് സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ 5 കൊല്ലക്കാലം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയ പ്രവർത്തനങ്ങളുടെ നേട്ടവും ഈ 5 കൊല്ലക്കാലം വരാൻ പോകുന്ന പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയായിരിക്കണമെന്ന നിർദ്ദേശവും വെക്കുന്ന ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും വിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വശമല്ല, ഈ നാടിനോട് തന്നെ ചെയ്യുന്ന തെറ്റായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഈ വികസന സദസ്സ്? നമുക്കറിയാം, കേരളം കുറച്ചൊരു 10 കൊല്ലം മുമ്പത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. നമ്മൾ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരൂരിൽ നിന്ന് കോഴിക്കോടെത്താൻ എഴുകോട് വരെ 20 മിനിറ്റ് എടുത്തു. അവിടെ നിന്ന് 35 മിനിറ്റ് എടുത്തു. കോഴിക്കോട് നിന്ന് 55 മിനിറ്റ്. 55 മിനിറ്റ് കൊണ്ട് ഞാൻ കോഴിക്കോട് എത്തി. നേരത്തെ 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തിരുന്ന കോഴിക്കോടേക്കുള്ള യാത്ര 55 മിനിറ്റായിട്ട് ചെയ്തു. അതിൽ തന്നെ എഴുകോടേക്കുള്ള 20 മിനിറ്റ് കൂടി കുറക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 35 മിനിറ്റാണ് എഴുകോട് കോഴിക്കോട്. ഇപ്പോൾ എവിടെ അവിടെ ആ കൂലി
നാട്ടിൽ ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ ലഭ്യമായ ഫണ്ടുകൾ ജനങ്ങളുടെ സമഗ്ര വികസനത്തിന് വിനിയോഗിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞെന്നും ജില്ലയ്ക്കും സംസ്ഥാനത്തിനും മാതൃകയാവുന്ന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പുറത്തൂർ പഞ്ചായത്തിലെ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഉമ്മർ സ്വാഗതം പറഞ്ഞു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്റ ആസിഫ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AP സുദേവൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു പ്രസാദ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നു. ശനിയാഴ്ച രാവിലെ 11:30 മന്ത്രി V അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നടത്തും. സംസ്ഥാന സർക്കാർ നവകേരളം പദ്ധതിയിൽ വിദ്യാകിരണം മിഷൻ പരിപാടിയിൽ ഉൾപ്പെടുത്തി 3.90 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് കെട്ടിടം പണിയുന്നത്. 3 നിലകളിലായി 15 ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള ആധുനിക രീതിയിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് അംഗം MK റഫീഖ മുഖ്യാതിഥിയാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, അംഗങ്ങൾ, സ്കൂൾ അധികൃതർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. CCN പെരിന്തൽമണ്ണ. ആരോഗ്യ പ്രവർത്തകരെയും ആശുപത്രികളെയും ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ. ഇതിനായി സർക്കാർ കർശനവും ഫലപ്രദവുമായ നിയമ നടപടികൾ ഉറപ്പാക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരുപാട് ലെഗസിയുള്ള, ഒരുപാട് ഹിസ്റ്ററിയുള്ള ഒരു ബ്രാഞ്ചാണ്. ഒരുപാട് നേതാക്കൾ IMAക്ക് ഒരുപാട് നേതാക്കളെ സൃഷ്ടിച്ച ബ്രാഞ്ചാണ്. IMAയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് മുതൽ നാഷണൽ ജോയിന്റ് സെക്രട്ടറി, പിന്നെ ഒരുപാട് നാഷണൽ സ്കീമുകളുടെ ചെയർമാൻമാര്, കൺവീനർമാര്, സ്റ്റേറ്റ് പ്രസിഡന്റുമാര്, 3 സ്റ്റേറ്റ് പ്രസിഡന്റുമാര് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ VUCD സാറിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഡോക്ടർ VUCD സാറിന്റെ പിന്നിലെ ഒരുപാട് നമ്മുടെ നേതാക്കളുള്ള ഒരു ബ്രാഞ്ചാണ് IMA പെരിന്തൽമണ്ണ ബ്രാഞ്ച്. നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റുമാരായ ഡോക്ടർ സാമുവൽ കോശി സാറും ഡോക്ടർ ജയകൃഷ്ണനും എല്ലാവരും നമുക്ക് വേണ്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. IMA പെരിന്തൽമണ്ണ ബ്രാഞ്ച് 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മേനോൻ. വർണ്ണശബളമായ ചടങ്ങിൽ പുതിയ ഭാരവാഹികൾക്ക് ഡോക്ടർ MN മേനോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. So congratulations, Dr. Sarapati. You may now give your acceptance speech and declare your team. മുൻ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് IAS മുഖ്യാതിഥിയായിരുന്നു. ഏറ്റവും നീഡിയ ആൾക്കാർക്ക് സർവീസ് എത്തിക്കുന്ന കാര്യത്തിൽ പല ക്യാമ്പുകളും നടത്തി. പ്രത്യേകിച്ച് ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടി ഡോക്ടർ ശശിധരൻ സാറിനെ പോലെയുള്ളവർ നിരവധി പ്രവർത്തനങ്ങൾ കാണിക്കുകയും അതിലൂടെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരിലേക്കും ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എത്തിക്കുന്നതിന് വലിയൊരു പ്രവർത്തനമാണ് പെരിന്തൽമണ്ണ IMA. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പുതിയ പ്രസിഡന്റ് ഡോക്ടർ KP ഷർഫുദ്ദീൻ 2025-26 വർഷത്തിൽ IMA പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികളും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും വിശദീകരിച്ചു. ഡോക്ടർ VU സീതി, IMA നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അജിത, ഡോക്ടർ KA സീതി, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ഡോക്ടർ സാമുവൽ കോശി, ഡോക്ടർ AV ജയകൃഷ്ണൻ, ഡോക്ടർ ശ്രീകുമാർ വാസുദേവൻ, ഡോക്ടർ ദേവദാസ്, ഡോക്ടർ എബ്രഹാം വർഗീസ്, IMA സംസ്ഥാന ട്രഷറർ ഡോക്ടർ റോയ് ചന്ദ്രൻ, വിമൻസ് വിംഗ് സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അശോക വത്സല ഉൾപ്പെടെയുള്ള പ്രമുഖ ഡോക്ടർമാരും ഭാരവാഹികളും ആശംസകൾ അർപ്പിച്ചു. റോട്ടറി, ലയൺസ്, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ തുടങ്ങിയ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികളും സമീപ ബ്രാഞ്ചുകളിലെ IMA ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. സബിത സലീമിന്റെ സംവിധാനത്തിൽ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളെ ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹമാധ്യമത്തിൽ വിവാദ പോസ്റ്റ് സ്റ്റാറ്റസ് പങ്കുവച്ച ആലത്തൂർ ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി. ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് വായില്യംകുന്ന് റോഡ് കവലയിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന സർക്കാർ കുട്ടികളെ സംഘപരിവാർ അജണ്ട പഠിപ്പിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഫണ്ട് BJPയുടേതല്ല, ജനങ്ങളുടേതാണ്. അത് കിട്ടാൻ നിയമവഴി നോക്കുകയാണ് വേണ്ടത്. തമിഴ്നാട് ചെയ്യുന്നത് അതാണെന്നും സ്റ്റാലിൻ സർക്കാർ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിയിലുണ്ടായിരുന്ന ആനമൂളി ചെക്ക് ഡാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കയ്യേറി കൈവശപ്പെടുത്താനുള്ള ശ്രമം സ്ഥല സംരക്ഷണ സർവകക്ഷി ജനകീയ മുന്നണി തടഞ്ഞു. നെല്ലിപ്പുഴയുടെ സമീപത്തുള്ള മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥലമാണ് കയ്യേറാൻ ശ്രമം നടന്നത്. മണ്ണാർക്കാട് നിന്ന് തിരുവിഴാംകുന്നിലേക്ക് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല കവർന്നു. ഒക്ടോബർ 11 സംഭവം. പള്ളിക്കുറുപ്പ് സ്വദേശിനി ആയിഷയുടെ കുട്ടിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.